ചെന്ന് ഇങ്ങനെ കണ്ടു അതേ കയ്യിലായിരിക്കും കത്തും കേട്ടു കണ്ടോ ഒരേ മാജിക്കും ഇല്ല ഓക്സിജൻ ഒന്ന് കൈയടിച്ചു കൊടുക്കുക ഉള്ളിൽ വെച്ച് ഉള്ളിൽ ബസിന്റെ ആളല്ലേ കത്തട്ടെ സത്യ അറിയോ എനിക്ക് തീരെ കല്ലുമില്ലാതെ ചെരുപ്പില്ലാതെ 3-4 വിഷയങ്ങൾ ഡൈവോഴ്സിലേക്ക് എത്തിയ വിഷയങ്ങൾ മാറ്റിമറിക്കാൻ ഈ മൈൻഡ് ട്യൂണിങ്ങിലൂടെയും അതുപോലെ തന്നെ ഫാമിലി ട്യൂൺ പ്രോഗ്രാമിലൂടെ സാധിച്ചിട്ടുണ്ട്. അത് വളരെ ഭാഗ്യമാണ്, കോടികൾ കൊടുത്താൽ കിട്ടാത്ത ഭാഗ്യമാണ്. I have the problem of short temperedness, so I would be less angry on people or something, and I would try to be more happy. ഇത് മെഡിറ്റേഷനൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നന്ദി, ഈ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിഷൻ ഒക്കെ, പക്ഷേ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, എന്താ ഇതിൻ്റെ സയൻറ്റിഫിക് സ്റ്റെപ്സ്, ഇതൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ 26 എന്ന് പറയുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് അത് ഫോളോ ചെയ്താൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ഉറപ്പുണ്ട്. ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ. അടുത്ത ക്ലാസ് വീണ്ടും വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒരു ഇരുട്ട് ബാധിച്ച ഒരു ചുറ്റുപാടിലായിരുന്നു എത്തിയിരുന്നത്. അതിലേക്ക് അയാൾ ഒരു വെളിച്ചം കത്തിച്ചു തന്നു. ഇത് വളരെ 100% ഞാനിതിൽ സക്സസ്ഫുള്ളിയാണ്. നേരം ചെയ്യാൻ ശ്രമിക്കും, വലിയ വിവരങ്ങൾക്ക് എത്താൻ ശ്രമിക്കും. ക്ലാസ്സിന് വന്നത് ഏറ്റവും നന്നായി തോന്നി. ഏറ്റവും കൂടുതൽ എനർജി ആയിട്ടുള്ളത് ഈ ഒരു ക്ലാസ്സിലായിരുന്നു. അങ്ങനെ ഒരുപാട് തലങ്ങളുള്ള ഒരുപാട് അർത്ഥങ്ങളുള്ള മേഖലയാണ്, പറഞ്ഞാൽ തീരാത്ത ഒരു ഏരിയയാണ്. അപ്പോൾ ലൈഫിലൊരു മാറ്റം വരുത്തുക, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുക, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. നമ്മൾ പൈസ കൊടുക്കാത്ത കാര്യമാണ്, വെറുതെ കിട്ടുന്നത് കൊണ്ട് നമ്മൾ വെറുതെ കേൾക്കും, വെറുതെ ഒഴിവാക്കിക്കളയും. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാൻ ആലോചിക്കുന്ന ആളെ ബിസിനസ്. സാർ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തും ഇൻഷാല്ലാ. ഫെയ്ത്തും ബിലീവും മനസ്സിലാക്കിയത് തന്നെ ഒരുപാട് എനിക്ക് കിട്ടി. ആ ഒരു 2 വാക്കിൽ തന്നെ ഒരുപാട് എനിക്ക് ഇങ്ങനെ തിരിച്ച് ചിന്തിക്കാനുള്ള ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. ഓപ്പൺനെസ്, സോഷ്യൽ സോഷ്യൽ മെന്റാലിറ്റി നമുക്ക് അറിയാൻ പറ്റും. അതന്നെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘടനകൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് സാറിന് നന്ദി. I have gained lot of knowledge, lot of insight, and I am going with a different. ഈ വെള്ളിയാഴ്ച ശരിക്കും ഒരു അർത്ഥവത്തായ ഒരു വെള്ളിയാഴ്ചയായി മാറി. ഇത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം രാവിലെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും സമയം ഇവിടെ ഇരുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല. Greatest thanks is like for the last session we did, like for the relationship, which is really important, which nobody cares about. അപ്പോൾ നമ്മുടെ മനസ്സിൽ നന്മ കാത്തു സൂക്ഷിക്കാൻ തീർച്ചയായിട്ടും പ്രസാദ് സാറിന്റെ ട്രെയിൻ. മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി ഇതുണ്ടാവില്ല സാധാരണ, പക്ഷേ ഇന്ന് പോകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ചെയ്യുന്ന ഒരു അനുഭൂതി ഉണ്ടായി. ഇപ്പം ഇന്ന് തന്നെ അനുഭവപ്പെട്ടു. പിന്നെ ഇനി മുതൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും. ഫസ്റ്റ് റൂം പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു അടുക്ക ഉണ്ടാക്കും എൻ്റെ റൂമിൽ തന്നെ. അതിന് ശേഷം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് രാജ്യത്തുള്ള 130 കോടി ആളുകൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ എന്തായിട്ടും രാജ്യത്ത് ഒന്നാമത് ചിന്തിച്ചു. പിന്നെ ഞാൻ ചിന്തിച്ചെന്താണെന്ന് ചോദിച്ചാൽ ഇതെങ്ങനെ പിന്നെ ഇങ്ങനെയുള്ളൊരു സെക്ഷൻ ഉണ്ട്, 40 ആൾ. ഈ 40 ആൾ 40 ഭാഗത്തുള്ള ആളാണ്. അപ്പം 40 ആൾ നാളെ മുതൽ ഒരു കുടുംബമല്ല, അതായത് ഞാൻ ഒന്നിച്ച് താമസിക്കുന്നവരല്ല, പുറത്താണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് അണ്ടർസ്റ്റാൻഡ് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാറുണ്ട്. ഇന്നത്തെ ട്രെയിനിങ് കൊണ്ട് ഞാൻ വേറെ രീതിയിലേക്ക് മാറാൻ പോവുകയാണ്. ഇതിന് മുമ്പ് ഞാൻ പല ട്രെയിനിങ്ങും പ്രദർശനം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. നന്ദി ഉണ്ടായിരുന്നില്ല. ഈ ക്ലാസ്സിൽ അത് ഡ്രീംസ് ആയി നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന ഒരു ബോധ്യം കിട്ടിയതിന് റസാഖാനോട് പ്രത്യേകം. സ്വന്തത്തിന് നേരെ വരുന്ന തീയിനെ സ്വന്തം വായിലെടുത്ത് പരിഹരിച്ച് കളയാം എന്നൊരു വലിയ അറിവ് കുപ്പിച്ചിരിൽ നടന്നിട്ടാണെങ്കിൽ പോലും കയറാമെന്നൊരു അറിവ് ഇന്ന് പ്രത്യേകം ഒരു ഉത്ബോധന ലഭിച്ചായിരുന്നു. നമ്മുടെ ട്രെയിനർക്ക് അങ്ങേയറ്റത്തെ നന്ദി രേഖപ്പെടുത്തുന്നു. ഏതായാലും നല്ലൊരു അനുഭവമായിരുന്നു.
പറഞ്ഞിട്ട് ടാഗ് നിങ്ങളുടെ വീട്ടിലുണ്ടാവണം എന്നിട്ട് അത് കാണാം. ആ വീഡിയോ